എന്നല്ല, എൻ്റെ പേര് ലെനൻസ്, വന്നനാട്, കണ്ണൂർ, ജെയിംസ് വേഗം, ബാംഗ്ലൂർ. അതുകൊണ്ട് എൻ്റെ മലയാളം അല്പം സ്വല്പം മോശമായിരിക്കും. അതുകൊണ്ട് ലേലുല്ലു ലേലുല്ലു ലേലുല്ലു. നിങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്കൊരു കോണ്ടന്റ് ക്രിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാൻ വിചാരിക്കണം. നിങ്ങളുടെ അടുത്ത് കുറച്ചൊക്കെ എക്വിപ്മെൻറ്റും കുറച്ച് സ്കിൽസൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഫാൻസി ആയിട്ടുള്ള ക്യാമറയോ ഫാൻസി ആയിട്ടുള്ള സ്റ്റുഡിയോ ഗിംബിളോ അങ്ങനത്തെ ഒന്നുമല്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫോണിൻ്റെ ട്രൈപോഡ്, ഒരു മൈക്ക്, ഈ ഒരു സെറ്റപ്പിൽ നിങ്ങൾ തുടങ്ങും. ഞാൻ ഈ ഒരു സെറ്റപ്പും അല്പം സ്വല്പം സ്കില്ലും എൻ്റെ അടുത്ത് കുറേ കൊല്ലമായിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇത് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഒന്നുമല്ല. ഇത് മൂന്നാമത്തെ അറ്റംപ്റ്റാണ്. ഇത് മൂന്നാമത്തെ ചാനലാണ് ശരിക്കും. ഇത് മൂന്നാമത്തെ ചാനലാണ് ഞാൻ തുടങ്ങിയത്. എന്തുകൊണ്ട് ഞാൻ തുടങ്ങി അത് നിർത്തി എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് ഇതിൻ്റെ ആരംഭ ശൂരത്വം തീർന്നതിന് ശേഷം ഞാൻ നിർത്തി. രണ്ടാമത്തെ കൺസിസ്റ്റൻസി ഇല്ല, അതിനോട് ഡിസിപ്ലിനും ഇല്ല, അതുകൊണ്ട് ഞാൻ നിർത്തി. പക്ഷെങ്കിൽ ഇപ്രാവശ്യം എന്ത് മാറ്റാമെന്ന് ചോദിച്ചാൽ, ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഈ ടൂൾസോ ഈ സ്കിൽസോ ഇതൊന്നും ഇല്ലാണ്ട് എത്രയോ ആൾക്കാർ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ തുടങ്ങി. അവരെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇതൊക്കെ ഞാൻ വെച്ചിട്ട് ഞാൻ തുടങ്ങാത്തപ്പോൾ എനിക്ക് എന്നെ തന്നെ ഒരു പുച്ഛമായിട്ട് തോന്നി. എനിക്ക് ഈ കോണ്ടന്റ് ക്രിയേഷനെ പറ്റിയിട്ട് ഒരു ചുക്കും അറിയില്ല. പക്ഷേ ഐ ആം ഗോണ ഫിഗർ ഇറ്റ് ഔട്ട് ഓൺ ദ ഗോ. എങ്ങനെ ഈ ക്യാമറ യൂസ് ചെയ്യണമെന്നും എങ്ങനെ ഈ ക്യാമറയുടെ മുമ്പിൽ വർത്തമാനം പറയണമെന്നും എങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാക്കണം, ഇതൊന്നും എനിക്കറിയില്ല. ഇത് ചെയ്ത് പഠിക്കണം. അതാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ടൂൾസ് ആൻഡ് സ്കിൽസ് ഞാൻ പറയട്ടെ. ഓക്കെ, ഇത് വന്നിട്ട് മീഷോയിൽ 170 രൂപ 180 രൂപയാണ്. ഇത് ഫോൺ ട്രൈപോഡാണ്. ഇങ്ങനെ നീട്ടിയിട്ട് 3 കാലം ഇങ്ങനെ എടുത്ത് ഓപ്പൺ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് വെക്കാൻ പറ്റും. സോ ഇതിന് മൾട്ടിപ്പിൾ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം, എന്നിട്ട് ട്രൈപോഡായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു സാധനമാണ്. നെക്സ്റ്റ്, ഇതാണ് ബോയ മൈക്ക്. ഇത് ഞാൻ പണ്ട് വാങ്ങിച്ചാണ്. ഇത് ഇപ്പോൾ 1700 രൂപയുണ്ട്. ഇതിൻ്റെ സ്റ്റാൻഡ്. ഓക്കെ, പിന്നെ ഇത് ഡെഡ് ക്യാറ്റ് എന്ന് പറയും. ഡെഡ് ക്യാറ്റ് എന്ന് പറഞ്ഞാൽ ചത്തപ്പൂച്ച. അത് കഴിഞ്ഞിട്ട് ഈ ഓക്സ് കേബിൾ. പക്ഷേ എൻ്റെ ഫോണിന് USB പിന്നാണ്, അതുകൊണ്ട് അതിൻ്റെ അഡാപ്റ്റർ മാറ്റി വാങ്ങിച്ചു. ഇതിങ്ങനെ സെറ്റപ്പ് ചെയ്ത്, സോ ഇതാണ് മൊത്തം സെറ്റപ്പ്. ഈ സെറ്റപ്പ് ചെയ്തിട്ട് അതിൽ ഫിക്സ് ചെയ്യും. ഇത് പണ്ട് ഞാൻ ഉപയോഗിച്ചൊരു വേറെ ട്രൈപോഡാണ്. പക്ഷേ ഇത് വലുതായിട്ടൊന്നും ഉപയോഗിച്ചില്ല, അത് വേറെ പ്രശ്നം. പക്ഷേങ്കിൽ ഇതിന് 1500 1600 രൂപയായിരുന്നു അപ്പം കൊടുത്തത്. ഇത് ഇപ്പോഴും അത് തന്നെയാണ് വരിക. പക്ഷെ പ്രശ്നം എന്താ, ഇതിൻ്റെ കാല് പൊട്ടിയിരിക്കുകയാണ്. സോ ഇതിനെ കൊണ്ട് വലിയ ഉപയോഗമില്ല. പക്ഷേ ഇതിൻ്റെ തല യൂസ്ഫുള്ളാണ്. ഇതിനെക്കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. വേസ്റ്റ് ആവാണ്ട് ഇത് കളയാം. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഫ്യൂച്ചറിൽ നോക്കാം. അപ്പം നെക്സ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നതെല്ലാം ഈ CMF ഫോൺ Pro 2 Pro. ഇത് ഈ ഫോണാണ്. ഇതിന് കറക്റ്റായിട്ട് എനിക്ക് സ്പെല് ചെയ്യാൻ അറിയില്ല. സോറി, ഇതിന് കറക്റ്റ് പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇത് ഇപ്പോൾ ആമസോണിൽ 23,000 23,000 രൂപ അത്ര റണ്ണാകുന്നുണ്ട് ഇപ്പോൾ. സോ ഇതിനെ കൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോയും വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് പല ജോലികൾ ചെയ്യുന്നത്. 2016 2019 20 വരെ ഞാൻ ഗ്രാഫിക് ഡിസൈനായിട്ട് ജോലി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മെല്ലന വീഡിയോ എഡിറ്റിങ്ങും 2D ആനിമേഷനും മോഷൻ ഗ്രാഫിക്കെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനിടയ്ക്ക് കുറച്ച് വേറെ ജോലികൾ ഇങ്ങനെ മാറി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഞാൻ കുറച്ച് വർഷം കോവിഡിൻ്റെ സമയത്ത് ഞാൻ റിലയൻസിൻ്റെ ഡെലിവറിക്ക് പോയിട്ടുണ്ട്, ബ്ലിങ്കിറ്റിൽ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ജോലികളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ജോലികളിൽ എന്തോ പഠിച്ചിട്ടുണ്ട്.
സോ ഈ 2016 2019 വരെ ഗ്രാഫിക് ഡിസൈൻ കഴിയുമ്പോൾ ഞാൻ പഠിച്ചത് ഫോട്ടോഷോപ്പും ഇല്ലസ്ട്രേറ്ററും. ഇത് രണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തംബ്നെയിൽ പിന്നെ തംബ്നെയിലൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ AI കളുടെ ഇന്നും ഈസി ആയിരിക്കും. പിന്നെ എനിക്കറിയുന്നത് പ്രീമിയർ പ്രോ ആൻഡ് ആഫ്റ്റർ എഫക്ട്സ്. ഇത് രണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് എൻ്റെ സ്കിൽ സെറ്റ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എനിക്കാവുന്ന രീതിയിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യും, പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യും. സോ ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇനി എന്താ മുമ്പോട്ടേക്കും നോക്കണം. എന്നാൽ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.